ഞാൻ ഒരു കാര്യം പറയുന്നു, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ സമാനമായ ഗുരുതരമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഏതു കൊലപാതകം നടന്നാലും CPM-ഉം DYFI-യും SFI-യും പറയും ഞങ്ങളല്ല കൊല നടത്തിയത്, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ബന്ധവുമില്ല. ടി.പി. വധക്കേസിൽ CPIM-ന്റെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, 4-ാം തീയതി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. 2, ശരത്ലാൽ കൃപേഷിനെ കൊന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. അരിൽ ഷുക്കൂറിനെ കൊന്നു. CPM പാർട്ടി നേതൃത്വം പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. കൊല നടത്തുക, പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുക, പ്രതികൾക്ക് നിയമസഹായം കൊടുക്കുക, പ്രതികളുടെ കുടുംബത്തെ സംരക്ഷിക്കുക, അവർക്ക് എല്ലാ രീതിയിലുള്ള പിൻബലവും കൊടുക്കുക, ഞങ്ങൾ ഇത് ചെയ്തില്ല എന്ന് പറയുക, ഇത് CPM-ന്റെ സ്ഥിരം ഭാഷയാണ്. CPM-ന്റെ കൊലപാതകത്തിലെ ക്ലീഷേ വാചകമാണ് ഇന്നലെ ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത്. CPM നേതാക്കന്മാരുടെ സകല പിന്തുണയും മോറൽ സപ്പോർട്ട് പ്രതികളെ ഒളിപ്പിച്ചത് CPM പാർട്ടി ഓഫീസിലും പാർട്ടി ഗ്രാമത്തിലുമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അവിടേക്ക് ചെല്ലാൻ പോലീസിന് യാതൊരുവിധ പെർമിഷനുമില്ല. ഞാൻ 2 തവണ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാടുള്ളതായിരിക്കുന്ന വീട് സന്ദർശിച്ചയാളാണ്. 2 തവണ ഞാൻ അമ്മയുമായും അച്ഛനുമായും വളരെ സീരിയസ് ആയി നേരിട്ട് സംസാരിച്ച ഒരാളാണ്. എനിക്ക് അച്ഛനുമായുള്ള സംസാരത്തിൽ, അവിടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുമായുള്ള സംസാരത്തിൽ, ഇവിടെ ഡെഡ് ബോഡി അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇവിടെയുള്ള കുട്ടികളുമായി സംസാരിച്ചതായ ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പിതാവ് പറഞ്ഞതിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇവനെ ഗുരുതരമായ രീതിയിൽ ആക്രമണം നടത്തിയതിന് ശേഷം ഒന്നുകിൽ ജീവനോടുകൂടി സിങ്കിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ ജീവനോടുകൂടിയോ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷമോ അവനെ കെട്ടിത്തൂക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ദിവസം വെള്ളം കൊടുത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ ഉപസംഹാരം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ യൂറിനറി ബ്ലാഡറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല എന്നാണ്. ഒരു തുള്ളി വെള്ളം പോലുമില്ല. അതിനർത്ഥം ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം പോലും കഴിഞ്ഞ 3 ദിവസമായി കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള പിതാവിന്റെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവർ കൊന്നതാണ്, ഇവർ കൊലപ്പെടുത്തിയതാണ്. ആ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് യൂണിയൻ ഭാരവാഹികളും SFI നേതാക്കന്മാരും അടക്കമുള്ളതായിരിക്കുന്ന ഇവിടെയുള്ള സമഗ്രാധിപത്യത്തിന്റെ കൈകളാണ്. അവർക്കെതിരെ ഉയരുന്ന ഏത് ശക്തിയെയും ഈ രീതിയിൽ തകർക്കും എന്നുള്ള CPIM-ന്റെ കാടത്ത സംസ്കാരത്തിന്റെ പ്രതിഫലനമാണിത്. ഞാൻ ഒരു കാര്യം കൂടെ വളരെ ഗൗരവമായി പറയാനാകും. ആരാണ് ഇവരുടെ മെന്റർ? ആരാണ് ഇവരുടെ രക്ഷാകർത്തൃത്വം? ആരാണ് ഇവർക്കുടെ മാർഗദർശി? ഒരു സംശയം വേണ്ട, കണ്ണൂരിലെ പഴയങ്ങാടിയിൽ ഹെൽമറ്റ് കൊണ്ട് ചെടിച്ചട്ടി കൊണ്ട് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പ്രഖ്യാപിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ രക്ഷാകർത്തൃത്വവും മാർഗദർശിത്വവും. വളരെ ഗൗരവമാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ഗുരുതരമായ രീതിയിൽ ആക്രമിച്ച് ഇലക്ട്രിക് വയറുകൊണ്ട് ബെൽറ്റ് കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് തുടർച്ചയായി മർദ്ദിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം കൊടുത്ത് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിത്തൂങ്ങി കൊലപ്പെടുത്തിയതായിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ മരണം അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഇതിലെ മുഴുവൻ പ്രതികളെയും പിടിച്ചാലല്ലാതെ 1 ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഈ ക്യാമ്പസ് ഒരു സമഗ്രാധിപത്യത്തിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ ക്യാമ്പസാണ്. ഞങ്ങൾ ഇന്ന് ഹോസ്റ്റൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോകാനിരിക്കുകയാണ്. ഒരു കാരണവശാലും തടയാൻ സമ്മതിക്കില്ല. ഹോസ്റ്റൽ ഉൾപ്പെടെ മുഴുവൻ ഇടങ്ങളും, ഇവനെ വിചാരണ ചെയ്ത മുഴുവൻ ഇടങ്ങളും ഇന്ന് ഞങ്ങൾ പോയി കാണും.